എങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിനക്കൊന്ന് ചെയ്യാവോ? ചെയ്യാം. ഉൾക്കൊള്ളാൻ ഒരല്പം പ്രയാസം കാണുമായിരിക്കും, പക്ഷേ ഇപ്പം നമ്മളത് ചെയ്തേ പറ്റൂ. നീ എന്താ കാര്യമെന്ന് പറ. ഞാൻ മനോഹരനെ കസ്റ്റഡിയിലെടുക്കാൻ പോവുക. അപ്പൊ ദേവിക? ആദ്യം മനോഹരൻ, പിന്നെ ദേവിക, രണ്ടും അകത്താവും. മതി, അത് മതി. ഇപ്പോഴെങ്കിലും നിനക്കങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. സത്യം പറയല്ലോ റൂബി, കേസ് വലിയുന്നുണ്ടോന്ന് സംശയിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ആദ്യം കണ്ട് വേഗത, പിന്നീട് അങ്ങോട്ട് കണ്ടില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമല്ല ചന്ദ്ര. അതിന് അതിൻ്റെതായ ചില രീതികളുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോഴെങ്കിലും നീ ട്രാക്കിൽ വന്നല്ലോ. എപ്പോഴാ നീ പോകുന്നത്? ആ കാഴ്ച എനിക്കൊന്ന് നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. കാണാലോ, നിനക്കും വരാം. വരുന്നത് പക്ഷേ ഞാൻ പറയുന്ന സമയത്തായിരിക്കണം. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. നീ മനോഹരനെ കൊണ്ടുപോകുമ്പോ അയാളുടെ കരണത്തെ ഞാനൊന്ന് അടിക്കും. ആ അടി ദേവികയുടെ മുഖത്താ കൊള്ളാൻ പോകുന്നതെന്നറിയാലോ. അതിന് നീ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരണം. നിന്നീന്ന് ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ല. അത് കേട്ടിട്ട് നീ തീരുമാനിക്ക്, അടിക്കണോ വേണ്ടയോന്ന്. പറയ്, എന്താ ഞാൻ ചെയ്യണ്ടേ? ശ്രദ്ധിച്ച് കേക്ക്. ഓക്കെ അല്ലേ? ഇത് യുദ്ധമാണ്. യുദ്ധത്തിൽ മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ പ്രധാനോ പിന്നോട്ട് ഇറങ്ങുന്നത്. ഒന്ന് സമ്മതിക്ക്. ശരി, പറയുന്നത് നീ ആയതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കാം. താങ്ക് യു ഡി.